ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പുതിയ എയർ ഡ്രോപ്പാണ്. ജീനോം എന്നാണ് എയർ ഡ്രോപ്പിൻ്റെ പേര്. ഇതൊരു ഗെയിമിഫൈ എയർ ഡ്രോപ്പാണ്. ഗെയിമിഫൈ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഗെയിംസിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ പോലെ ഉണ്ടായിരിക്കുന്ന എയർ ഡ്രോപ്പാണ്. അപ്പോൾ ഇതിന് 10 മില്യൺ ഫണ്ടിങ് ഏകദേശം ഉണ്ട്. നമ്മുടെ ഇവരുടെ ട്വിറ്ററിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇവരുടെ ട്വിറ്ററൊക്കെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ കയറാത്തവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനലുകളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ടെലഗ്രാം ചാനലാണ്. അപ്പോൾ ടെലഗ്രാം ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആക്റ്റീവായിട്ടിരിക്കുക. അതുപോലെ തന്നെ അവിടെ വരുന്ന പോസ്റ്റുകളൊക്കെ ഫോളോ ചെയ്യാൻ നോക്കുക. പുതിയ പുതിയ എയർ ഡ്രോപ്പുകളൊക്കെ എല്ലാ എയർ ഡ്രോപ്പുകളും നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല. പുതിയ പുതിയ തന്നെ എയർ ഡ്രോപ്പുകളൊക്കെ എന്ത് ചെയ്യുക, ടെസ്റ്റ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, അതിലും ആക്റ്റീവായിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ എന്ത് ചെയ്യാം, അവിടെ തന്നെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എയർ ഡ്രോപ്പിന് 3 സ്റ്റെപ്പുകളാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. 3 ടാസ്കുകൾ മെയിനായിട്ട് കംപ്ലീറ്റ് ആകാണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ആകാനുള്ളത് നമുക്ക് വരെ ടെസ്റ്റ് സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കാം. ആ ലിങ്കിലേക്ക് കയറുക. ലിങ്കിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ സൈൻ ചെയ്യുക. സൈൻ ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റാമാസ്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, സൈൻ ചെയ്യാൻ നോക്കുക. എപ്പോഴും മെറ്റാമാസ്ക് സൈൻ ചെയ്ത് നോക്കുക. നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് പരമാവധി ടാസ്കുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴും നമ്മൾ വെബ്3 എന്ത് ചെയ്യുക, പരമാവധി നമുക്ക് മെറ്റാമാസ്കിൻ്റെ വാലറ്റ് സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്തായാലും മെറ്റാമാസ്കിൻ്റെ വാലറ്റ് വെച്ച് എന്ത് ചെയ്യുക, എന്തായാലും സൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വാലറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യുക, ഇവിടെ 3 ഡോട്ട് കാണാൻ പറ്റും. 3 ഡോട്ട് ക്ലിക്ക് ശേഷം എന്ത് ചെയ്യുക, ടെസ്റ്റ് ടോക്കൺസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നിങ്ങളുടെ മെറ്റാമാസ്ക് കണ്ട് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വാലറ്റ് അഡ്രസ്സ് നിങ്ങളുടെ മെറ്റാമാസ്കിൻ്റെ വാലറ്റ് അഡ്രസ്സ് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് തന്നെയായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന എത്തിസപ്പോളിയ, ഇഒബി ടെസ്റ്റ്നെറ്റ്, ഇമ്മ്യൂട്ടബിൾ, ആർബിട്രം, ബേസ്, അങ്ങനെയുള്ള പിന്നെ ഫാൻഡം ടെസ്റ്റ്നെറ്റ്, ഈ ടെസ്റ്റ്നെറ്റ് ഓരോന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഒരു കോയിൻ്റെ പേര് കാണാൻ പറ്റും. അത് ക്ലെയിം ചെയ്യുക. ഓരോന്നിലും എന്ത് ചെയ്യുക, വന്ന് ക്ലെയിം ചെയ്യണം. ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്ത കാരണം എനിക്ക് എന്ത് ഈ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഫാൻഡം ടെസ്റ്റ്നെറ്റ് എടുത്തു കഴിഞ്ഞാൽ USDM ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്നിട്ടില്ലേ, ഓൾറെഡി ക്ലെയിം ചെയ്യുന്നത് കാണിക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യണം, ഇവിടെ ക്ലെയിം ചെയ്യണം. നിങ്ങൾ ക്ലെയിം ചെയ്യാൻ പറ്റും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ടെസ്റ്റ്നെറ്റിൻ്റെ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരു ചെയിൻ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ഫാൻഡം നെറ്റ്വർക്കിൻ്റെ ചെയിൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ മെറ്റാമാസ്കിലൂടെ ആഡ് ചെയ്യേണ്ടി വരും ടെസ്റ്റ് നെറ്റ്വർക്ക്. അപ്പോൾ എന്ത് ചെയ്യണം, അതും ആഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ക്ലെയിം ചെയ്യാൻ നോക്കാം. അത് ഓട്ടോമാറ്റിക്കലായി നടന്നോളും. നിങ്ങളത് കൺഫേം മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് പ്രൊഫൈൽ എടുക്കുക. അതിനുശേഷം കണക്ട് സ്റ്റീം എന്ന് കാണാൻ പറ്റും. സ്റ്റീം എന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ഗെയിം കളിക്കുന്നവർ കേട്ടിട്ടുണ്ടാവും. അതായത് ഗെയിമുകളൊക്കെ കുറേ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോർ പോലെയാണ് സ്റ്റീം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റീം അക്കൗണ്ട് ഇല്ലാന്ന് എന്ത് ചെയ്യുക, പുതിയൊരു സ്റ്റീം അക്കൗണ്ട് നോക്കുക. അതിനുശേഷം കണക്ട് സ്റ്റീം കൊടുക്കുക. അതുപോലെ മൈൻക്രാഫ്റ്റിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതും കണക്ട് ചെയ്യുക. പിന്നെ ചെസ് എന്നൊരു അക്കൗണ്ട് ഉണ്ട്. അത് കുറച്ച് സൈറ്റ് അത്ര ഗുഡ് അല്ല, അതുകൊണ്ട് ഞാനത് ചെയ്യാനായിട്ട് അത്ര നിർബന്ധിക്കുന്നില്ല. പരമാവധി സ്റ്റീമിലുള്ള ഗെയിമുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കണക്ട് സ്റ്റീം കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. സ്റ്റീം അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സ്റ്റീം സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടായിട്ട് അവിടെ കണക്ട് ചെയ്താൽ മതി. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 10 പോയിന്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആദ്യം തന്നെ ഒരു എന്താ പറയുക, ഇവരുടെ സൈറ്റ് പരിചയപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഈ CO ക്വസ്റ്റ്യൻ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും, ഓൺ ബോർഡിംഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊക്കെ എന്തെങ്കിലും നിങ്ങൾ ടൂർണമെൻറ്റ്സ് കളിച്ചാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഉത്തര ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൂർണമെൻറ്റ്സിലേക്ക് വരാം. ടൂർണമെൻറ്റ്സിലേക്ക് വന്ന് എന്ത് ചെയ്യാം, ഇവിടെ ഒരുപാട് ഗെയിമുകളുണ്ടാവും. അതൊക്കെ എന്താണ്, കുറേയൊക്കെ സ്റ്റീമിലായിരിക്കും കിടക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ്, സ്റ്റീമിൽ കളിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇൻ പ്രോസസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടിട്ട് ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ചിലത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ജോയിൻ ഒന്ന് കാണാൻ പറ്റും. അങ്ങനെ ജോയിൻ അവളോട് എന്ത് ചെയ്യുക, നിങ്ങൾ പോവുക, എന്ത് ചെയ്യുക, കളിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അവിടെ ജയിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇത്ര പറഞ്ഞ പോയിന്റുകൾ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഗെയിമിഫൈ എയർ ഡ്രോപ്പ് ആണ്. അപ്പോൾ എന്തായാലും ഗെയിം കളിച്ച് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ഇവിടെ പോയിന്റ് കിട്ടാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് ഓരോ ചെയിനിൽ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഫാൻഡം ചെയിനാണുള്ളത്, EOB ചെയിനുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഓരോ ചെയിനിലുള്ള ടെസ്റ്റ് ടോക്കൺസ് നിങ്ങൾക്ക് എന്തായാലും വേണം. അതിനാണ് ഞാൻ തുടക്കം വന്നത് എല്ലാ ചെയിനിലുള്ള ടെസ്റ്റ് ടോക്കൺസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് നോക്കുക. ആ ഓരോ ചെയിൻ അനുസരിച്ച് എന്തായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കളിക്കാനായിട്ട് പറ്റുക. ഇപ്പോൾ ഇവിടെ ചെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി കളിക്കാൻ നിൽക്കണ്ട എന്നാണ് പറയുള്ളൂ. കാരണം ചെസ്സിലേക്ക് പോകുന്ന സൈറ്റ് അത്ര സേഫ് അല്ല എന്നാണ് കണ്ടത്. അപ്പോൾ ചെസ്സിലുള്ള സൈറ്റ് എന്താണ് എടുക്കാൻ നിൽക്കേണ്ടതാണ് പറയുന്നത്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഡിസ്കോളിലെ ടാസ്ക്കാണ്. ഇത് മെയിൻ ടാസ്ക്കാണ്. ഇത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഡിസ്കോളിൽ ലിങ്ക് നമ്മൾ കൊടുക്കാം. ഡിസ്കോളിൽ ജോയിൻ ചെയ്യുക. ഡിസ്കോളിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ എവിടേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബോട്ട് കമാൻഡ്സ് കാണാൻ പറ്റും. ബോട്ട് കമാൻഡ്സിൽ വന്ന ശേഷം എന്ത് ചെയ്യുക, സെറ്റ് ട്വിറ്റർ എന്ന് സെർച്ച് ചെയ്യുക. അതായത് നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, /set ട്വിറ്റർ എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു കമാൻഡ് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ട്വിറ്ററിൻ്റെ ID ഇല്ലേ, അത് ഞാനിവിടെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ക്രിപ്റ്റോ മങ്കറ്റ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് അടിച്ചു കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണക്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, കണക്ട് ചെയ്യാൻ പറഞ്ഞ് കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ബോട്ടിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്. മുന്നേ ഏതെങ്കിലും എയർ ഡ്രോപ്പിന് വേണ്ടി കണക്ട് ചെയ്തെങ്കിൽ ഓക്കെയാണ് എൻഗേജിൽ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യമായിട്ട് തന്നെ കണക്ട് ചെയ്ത് വയ്ക്കുക. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെക്സ് കണ്ടിലേക്കാണ്.
ഹെക്സ് കണ്ടിട്ട് വന്ന ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്കിവിടെ ഒരു റോൾ ക്ലെയിം ചെയ്തെടുക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോളാണ് ഹെക്സ് ആൻഡ് എക്സ്പ്ലോറർ. അപ്പോൾ ഈ റോൾ കിട്ടുന്നതിന് 50 പോയിന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ 50 പോയിന്റ് കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ബോട്ടിൽ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റേറ്റ്സ് എന്ന ചാനൽ വരിക. അതിനുശേഷം എന്താ വേണ്ടത്, റേറ്റ്സിൽ അവർ പുതിയ പുതിയ എക്സിൽ പോസ്റ്റുകൾ ഇടുമ്പോൾ അതിനെന്ത് ചെയ്യണം, നിങ്ങൾ എൻഗേജ് ചെയ്യണം. അതായത് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അവിടെ ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം. ഈ 2 ടാസ്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എക്സ്പയേഴ്സ് ഇൻ എ ഡേ, അതായത് 17 ഏപ്രിൽ 1:24 ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ടാസ്ക് കംപ്ലീറ്റ് എക്സ്പയർ ആയി പോകും. അതിന് മുന്നേ എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ തൊട്ട് മേലെ നോക്കിയാൽ കാണാൻ പറ്റും എക്സ്പേസ് ഇൻ 8 hours, 8 ഹവറിനുള്ളിൽ എന്ത് ചെയ്യും, ഈ ടാസ്ക് കൂടി എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയി പോകും. ഇനി ഇവിടെ വന്ന് നമുക്ക് കാണാൻ പറ്റും എക്സ്പേസ് 8 hours ago, അതായത് ഈ ടാസ്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയി, ഇനി നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആവാൻ പറ്റില്ല. അപ്പോൾ അതിനെ പറഞ്ഞാൽ ടൈം ലിമിറ്റഡ് ആയ ടാസ്കുകളായിരിക്കും. അതായത് ഇവർ എക്സിൽ പുതിയ പോസ്റ്റ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഈ എൻഗേജിൽ ഇവിടെ എന്ത് ചെയ്യും, ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഈ പോസ്റ്റ് ഇടും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, ആ പോസ്റ്റിൽ പോയിട്ട് ലൈക്ക് ചെയ്യണം. പിന്നെ ഇതിൽ പുതിയതായിട്ട് ഒരു ടാസ്ക് ഇട്ടുണ്ട്, പുതിയതായിട്ട് പോസ്റ്റ് ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതിന് ലൈക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമന്റ് അല്ല പറഞ്ഞിരിക്കുന്നത്, റീട്വീറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചില പോസ്റ്റിന് എന്തായിരിക്കും ഇവിടെ കമന്റ് ആയി വന്നത്. അപ്പോൾ കമന്റ് ആണ് പറഞ്ഞത് എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. റീട്വീറ്റ് ആണ് പറഞ്ഞത് എന്ത് ചെയ്യുക, ആ 2 ടാസ്ക് ചെയ്യുക. അപ്പോൾ കമന്റും റീട്വീറ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് ലൈക്കും ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ലൈക്കും ക്ലിക്ക് ചെയ്യുന്നത് എൻ്റെ എക്സോ തോന്നുന്നു, എന്ത് ചെയ്തു, ഞാൻ ആ പോസ്റ്റ് ഓൾറെഡി ലൈക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം റീട്വീറ്റ് ചെയ്യുക, റീപോസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്തു, ഞാനത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നേരെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യും, എന്താണ് ചെക്ക് ചെയ്യുന്നത്, നിങ്ങൾ ലൈക്ക് ചെയ്തോ റീട്വീറ്റ് ചെയ്തോ, റീട്വീറ്റ് ചെയ്തോ. അപ്പോൾ എത്ര പോയിന്റ്സ് കിട്ടി, 20 പോയിന്റ്സ് കിട്ടി. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഇവിടെ ഞാൻ നിങ്ങൾ കണ്ടു ഹെക്സ് കണ്ടെന്ന ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 50 പോയിന്റ് ആണ് ഇതിനാവശ്യമുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 300 സ്പോർട്സ് മാത്രമാണ് ഇനി ലെഫ്റ്റ് ചെയ്യണുള്ളൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ആക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് മാക്സിമം എത്രയും പെട്ടെന്ന് കയറാൻ നോക്കുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, കയറാൻ നോക്കുക. അപ്പോൾ 50 പോയിന്റാണ് വേണ്ടത്. 50 പോയിന്റ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സ് ആൻഡ് എക്സ്പ്ലോർ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് എടുക്കുക, നിങ്ങൾക്ക് ഇവിടെ 2 പ്രാവശ്യം ഏതെങ്കിലും പോസ്റ്റുകൾ റെയ്ഡിൽ വന്നിട്ട് ഏതെങ്കിലും 2 3 പോസ്റ്റോ ലൈക്കും കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പറ്റും, പോയിന്റ് കിട്ടും. പോയിന്റ് കിട്ടി എന്ത് ചെയ്യുക, ഇവിടെ ബൈ ഐറ്റം വരിക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ മേക്ക് സെലക്ഷൻ വന്നിട്ട് എന്ത് ചെയ്യുക, ഹെക്സ് ഹണ്ടർ എക്സ്പ്ലോറർ റോൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബൈ തരിക. ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇത് മേടിക്കാത്തത്. ഞാൻ എന്ത് ക്യാൻസൽ ചെയ്യുകയാണ്. അതുപോലെ നിങ്ങൾക്ക് പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ 5000 പോയിന്റ് കഴിഞ്ഞ് ഹെലിക്സ് പ്രൈം എന്ന പോയിന്റ് ഒക്കെ എന്ത് ചെയ്യാം, റോൾ നിങ്ങൾക്ക് ക്ലെയിം തരാം. ഈ ഒരു ഹെക്സ് ഹണ്ട് എക്സ്പ്ലോർ എന്ന റോൾ കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹെക്സ് ഹണ്ട് എന്ന് പറഞ്ഞ ഒരു സൈറ്റ് വന്നിട്ട് എന്ത് പറ്റുള്ളൂ, ഇതിൽ ഗെയിംസ് കളിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ഗെയിം പ്ലാറ്റ്ഫോം, ഞാനത് ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കുക്കി സൈറ്റ് ഡാറ്റ എന്താണ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്ത് കളയാണ്. ഞാനൊന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് ലോഗിൻ ചെയ്യാൻ കാണിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് സൈറ്റ് ലോഡ് ആവുക. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഗൂഗിൾ വെച്ച് സൈൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ സൈൻ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ പ്ലേ ബട്ടൺ കൊടുത്താൽ എന്ത് വരും, അവരൊരു ഹെക്സാ കോഡ് എടുത്ത് തരാൻ പറയും. അപ്പോൾ ആ ഹെക്സാ കോഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഡിസ്കോഡിൽ വരണം. നിങ്ങൾക്ക് ഇവിടെ ഹെക്സ് ഹണ്ട് എക്സ്പ്ലോർ എന്ന് പറഞ്ഞ കോഡ് ഉണ്ടെങ്കിൽ, ഈ റോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഹെക്സാ കോഡ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഹെക്സാ കോഡ് കിട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ബോട്ട് കമാൻഡ്സിൽ വരിക. അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്കിവിടെ ഹെക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, /hex എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, /hex കോഡ്. അപ്പോൾ എന്ത് ചെയ്യും, /hex കോഡ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ ഒരു ഹെക്സാ കോഡ് കാണിക്കും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഹെക്സാ കോഡ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഹൈഡ് ചെയ്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഹെക്സാ കോഡ് എന്ത് ചെയ്യുക, ആ ഹെക്സാ കോഡ് എടുത്ത് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് വീണ്ടും ഈ സൈറ്റിൽ പോയതിന് ശേഷം എന്ത് ചെയ്യുക, പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, അവിടെ ആ ഹെക്സാ കോഡ് അടിച്ചു കൊടുക്കുക. ഞാൻ ഓൾറെഡി അടിച്ചു കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് കാണില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈറ്റ് എടുക്കുമ്പോൾ എനിക്ക് എന്താണ്, എനിക്കിവിടെ ഓൾറെഡി വരുമ്പോൾ എനിക്ക് ഇത് ലോഡ് ആവുന്നില്ല. അപ്പോൾ വെറുതെ ഗെയിം വേറെ ഒന്നുമില്ല. ഇവിടെ ഓരോ തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ വരും, ചെറി, സ്ട്രോബെറി, ഗ്രേപ്സ്, അങ്ങനെ കുറേ ഫ്രൂട്ട്സുകൾ വരും. അപ്പോൾ നമ്മൾ ബ്രിക്ക് അടക്കി വെക്കില്ലേ, ഒരേപോലത്തെ ബ്രിക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, അത് ക്യാൻസൽ ആയി പോകില്ല. അത് മേലെ നിന്ന് താഴേക്ക് വരില്ലേ. ഞാൻ ആ ഗെയിമിൻ്റെ പേര് മറന്നുപോയി. ആ ഗെയിം തന്നെയാണത്. ലോഡ് ആവുന്നില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് ലോഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്കോഡിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു സപ്പോർട്ട് റിക്വസ്റ്റ് തുറന്നു നോക്കുക. ഇവിടെ താഴെ വന്ന് എന്ത് ചെയ്യും, ഒരു ടിക്കറ്റ് സപ്പോർട്ട് ഉണ്ടാവും. തോന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഗെയിം ലോഡ് ആവണമെന്ന് പറയുക. നിങ്ങൾ വേറെ എന്ത് ചെയ്യുക, വേറെ ബ്രൗസറിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് 2-4 ബ്രൗസറിൽ ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല. ഞാൻ സപ്പോർട്ട് റിക്വസ്റ്റ് റേസ് ചെയ്യാൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ കളിച്ചു തുടങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക, പോയിന്റ് അക്യുമുലേറ്റ് ചെയ്യുക. അധികം ആൾക്കാരില്ല, അപ്പോൾ എന്തായാലും മാക്സിമം പോയിന്റ് നേടാനായിട്ട് നോക്കുക. അടുത്ത ടാസ്ക് വന്നത് ഗാലക്സി ക്വസ്റ്റ് ആണ്. അപ്പോൾ ഗാലക്സി ക്വസ്റ്റിന് എന്ത് ചെയ്യണം, ഒരു ചടങ്ങ് പിടിച്ച ഗാലക്സി ക്വസ്റ്റ് ആണ്. എന്തുകൊണ്ട് ചടങ്ങ് പിടിച്ച ഗാലക്സി ക്വസ്റ്റ് പറയാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഓരോ ക്വസ്റ്റിനും 10 പോയിന്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഗ്യാസ് ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 2G ടോക്കൺ കൊടുത്ത് മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഗാലക്സി ടോക്കൺ എന്ന് പറയുന്നത് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പൈസ കൊടുക്കണം. അപ്പോൾ പൈസ ഉള്ളവർ എന്തായാലും എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് കമ്മിറ്റ് ചെയ്യാൻ നോക്കുക. എന്തുകൊണ്ട് മസ്റ്റ് ആയിട്ട് കമ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഗാലക്സി ക്വസ്റ്റിന് 5% സപ്ലൈ, അതായത് ഇത്രയും ടോക്കൺസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഗാലക്സി ക്വസ്റ്റിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഗാലക്സി ക്വസ്റ്റിൽ പോയി നമുക്കിവിടെ കാണാൻ പറ്റും
ഏറെക്കുറെ ഇപ്പോൾ ഇതിൽ 120K പാർട്ടിസിപ്പൻസ് ഉണ്ട്. പക്ഷേ കുറേ എണ്ണത്തിലൊക്കെ വളരെ കുറവ് പാർട്ടിസിപ്പൻസ് ആണ്. ഇതെന്തുകൊണ്ട് കുറവ് പാർട്ടിസിപ്പൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റോൾ കിട്ടണം എന്നാൽ മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം ഇതിൽ ഫോളോവേഴ്സ് നോക്കി 21K ഫോളോവേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഏകദേശം ഞാൻ പറയും ഒരു 50,000 ആൾക്കാർ ചിലപ്പോൾ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ ഈ ടാസ്കിൽ പങ്കെടുക്കണാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം പങ്കെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ നല്ല പോയിന്റ്സ് ഉണ്ടാവില്ല. ഞാൻ കുറച്ച് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് 450 പോയിന്റ്സും 4961 റാങ്കും കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഈ ഗാലക്സി കോസ്റ്റ് കോൺകർ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും ഈ ഗാലക്സി കോസ്റ്റിലുള്ള ടാസ്കുകൾ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ ഓരോന്നിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വെൽക്കം ടു ജീനോം മാസ്റ്റർ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം അതിലാകെ കുറച്ച് ടാസ്കുകളുള്ളൂ. നമുക്ക് എന്തില്ലേ വോയേജർ റോള് നമ്മൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വന്ന് ഇവിടെ നിന്ന് ക്ലിക്ക് നിൽക്കി കഴിഞ്ഞാൽ വോയിസ് റോൾ ഉണ്ടാവും. അല്ലാതെ വേറെ റോൾ നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ പറയുന്നത് സോഷ്യൽ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ജീനോ സ്പേസ് യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഫോളോ ചെയ്യുക. അതാണ് ജീനോ സ്പേസ് യൂസർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വന്ന ഗാലക്സി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വിസിറ്റ് ജീനോ സൈറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ജീനോ പ്ലാറ്റ്ഫോം യൂസർ ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നില്ല. ജീനോം പ്ലാറ്റ്ഫോം യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഇത്ര നേരം കംപ്ലീറ്റ് ചെയ്ത സാധനങ്ങളാണ്. നമ്മൾ ഇത്ര നേരം വന്ന ഫ്ലോയിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോയിന്റ്സ് കൂടെ നമുക്ക് എന്ത് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്തും എല്ലാവരും ക്ലെയിം ചെയ്യാൻ നോക്കുക. ഇനി അതിന് ശേഷം ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ട്വിറ്റർ റേറ്റ്സ് ആണ്. ട്വിറ്റർ റേറ്റ്സ് ആണ് ഏറ്റവും ചടങ്ങ് പിടിച്ചത്. ഒരുപാട് ട്വിറ്റർ റേറ്റ് വന്നിട്ടുണ്ട്. ഡെയിലി വരുന്ന പോയിന്റിലൊക്കെ നമുക്ക് തന്നെ ഓരോന്നിനും ഓരോ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ലേ ഇതൊക്കെ ഓരോന്ന് വെറുതെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 10 പോയിന്റ്സ്. ഇതിനൊക്കെ നമ്മൾ എന്താണ് ഗ്യാസ് ഫീസ് കൊടുക്കേണ്ടി വരും. ഇത്രയധികം ടാസ്കുകൾ കിടക്കുന്നുണ്ട്. ഞാൻ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആക്കി തോന്നുന്നു. ഇനി ഇവിടെ പുതിയത് വന്നിരിക്കുന്ന കുറച്ച് ടാസ്കുകൾ മാത്രമേ എന്ത് ചെയ്യാനുള്ളത് കംപ്ലീറ്റ് ആക്കാനുള്ളത്. ഇവിടെ കാണാൻ പറ്റും 2 ടാസ്കുകൾ. ഇവിടെ ഓൾറെഡി പുതിയ ടാസ്കുകൾ വരുമ്പോൾ ഇവിടെ ഡിസ്കോഡിൽ ഗാലക്സി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും, ഇവിടെ പുതിയ സാധനങ്ങൾ കാണാൻ പറ്റും. ഇവിടെയല്ല ഗാലക്സി കോസ്റ്റ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ കോസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗാലക്സിയിൽ എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുക, ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജി ടോക്കൺ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കാരണം എല്ലാ കണ്ടില്ലേ ഇവിടെ കുറച്ച് പാർട്ടിസിപ്പൻസ് മാത്രമേ ഡെയിലി കോസ്റ്റ് ഇതുപോലെ പങ്കെടുക്കുന്നുള്ളൂ. ടോട്ടൽ കുറേ പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിലും എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലെ 50 പോയിന്റ് ക്ലെയിം ചെയ്യില്ല. 30 പോയിന്റ് കിട്ടുന്നുണ്ട്, 10 പോയിന്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി എന്ത് ചെയ്യുക, എല്ലാ ടാസ്കും കംപ്ലീറ്റ് ആയിട്ട് മാക്സിമം നോക്കുക. അടുത്ത ടാസ്ക് കിസ്സാണ്. അപ്പോൾ കിസ്സിന് കുറച്ച് ആൻസേഴ്സ് ഒക്കെ എന്താണ് ഞാനിവിടെ ടെലഗ്രാം ചാനൽ കൊടുക്കാം. എല്ലാത്തിനും ക്വസ്റ്റിന് ആൻസർ എന്ത് ചെയ്യുന്നുണ്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് വെച്ച് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ഫോളോ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ് ഓൺ ചെയിൻ ഒഡീസി ആണ്. ഇതിനെല്ലാത്തിനും ലിങ്ക് നമ്മൾ ടെലഗ്രാം ചാനൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഓൺ ചെയിൻ ക്വസ്റ്റ്യൻ നമുക്ക് ഇതെല്ലാം ക്ലെയിം ആയിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ക്ലെയിം ആയിരിക്കുന്നത്, ഞാനിവിടെ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഫാൻഡം ടോക്കണും ഒമിനി ചെയിൻ ടോക്കണും എല്ലാ ടോക്കണും എന്ത് ചെയ്യുന്നുണ്ട്, തുടക്കം ഞാൻ എന്ത് ചെയ്തു, ഈ സൈറ്റിൽ നിന്ന് പോയിട്ട് മിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മിൻറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഓൾറെഡി ഇത് കംപ്ലീറ്റ് ആയി കാണുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഈ ടോക്കൺസ് പോയിന്റ്സ് മിൻറ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം എന്താണ് ജീനോൺ ടൂർണമെന്റ് ബിഗിനുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്രൈറ്റീരിയ പറയുന്നത്, നിങ്ങൾക്ക് രജിസ്റ്റർ ആൻഡ് പ്ലേ ഇൻ അറ്റ്ലീസ്റ്റ് 1 ടൂർണമെന്റ് ടിൽ ദ ഡേ. ഏതെങ്കിലും ഒരു ടൂർണമെന്റ് എൻ്റെ വരെ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു പോയിന്റ് കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ഒരു ടൂർണമെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എവിടെയും ടൂർണമെന്റ് പാർട്ടിസിപ്പേറ്റ് ഉണ്ട്, ഈ ഒരു സൈഡിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 2 ടൂർണമെന്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. അതിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ് കൂടി കംപ്ലീറ്റ് ആവും. ഇനി അവസാനത്തെ ക്വസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിസ്കോഡിൽ ഒരു റോളാണ്. ജീനോം കമ്മ്യൂണിറ്റി എടുക്കുന്നു. ജീനോം കമ്മ്യൂണിറ്റിയോട് എഴുതി വെച്ചിട്ടുണ്ട്, ഹാവ് ദ ഹെക്സ് കണ്ടന്റ് എക്സ്പ്ലോർ റോൾ. നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടില്ലേ, അപ്പോൾ എന്താണ് നമ്മളിവിടെ ഓൾറെഡി ക്ലിക്ക് ചെയ്യുക. എനിക്ക് ഓൾറെഡി ഹെക്സ് കണ്ടന്റ് എക്സ്പ്ലോർ കിട്ടി. അതിനാണ് കിട്ടുന്നത്, ഞാൻ മേടിച്ചാണ്. അപ്പോൾ ക്ലെയിം 1 ആയിട്ട് കൊടുക്കുന്നു. കണ്ടില്ലേ, ആകെ 929 പേര് മാത്രമാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് വന്നത് വളരെ കുറവ് യൂട്ടിലൈസേഴ്സ് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. മാക്സിമം നിങ്ങൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഗാലക്സി കോസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് പുതിയ ടാസ്ക് വരുമ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം എന്ത് ചെയ്യുക, ഇത്രയും പറഞ്ഞ 4 സെറ്റ് കാര്യങ്ങളെന്നുള്ള ഒന്ന് ജീനോം പ്ലാറ്റ്ഫോം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ഡിസ്കോഡിൽ വന്ന ശേഷം എന്ത് ചെയ്യുക, ഡിസ്കോഡിൽ വന്ന ശേഷം ഇവിടെ പറഞ്ഞ എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഹെക്സിൽ വന്ന ഗെയിം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പല പ്രൊഫസർ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഏറ്റവും അവസാനത്തിൽ എന്ത് ഗാലക്സി കോസ്റ്റ്, ഗാലക്സി കോസ്റ്റിലെ എല്ലാ കോസ്റ്റുകളും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇത്രയാണ് ഈ എയർ ഡ്രോപ്പുകൾ മാക്സിമം ഉള്ളത്. ഇനി പുതിയ ന്യൂസുകൾ നിങ്ങളുടെ ടെലഗ്രാം ചാനൽ ഇടുന്നതായിരിക്കും. ഞാൻ കുറച്ച് സ്പീഡിലാണ് ഈ വീഡിയോ എടുത്തത്, കാരണം വെളുപ്പിന് 3 മണിയായി. ആ സമയത്താണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പെട്ടെന്ന് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പെട്ടെന്ന് വീഡിയോ സ്പീഡിൽ പറഞ്ഞു വന്നത്. മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ഗ്രൂപ്പിൽ ഇടുക. കമൻറ്റ് ഗ്രൂപ്പ് നല്ല രീതിയിൽ ആക്റ്റീവാണ്. പട്ടപ്പെട്ടെന്നൊക്കെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ചെയ്യാം. എല്ലാത്തിനും ഡൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഇറങ്ങിയ ഒരു എയർ ഡ്രോപ്പ് വന്നു, WCT. അതിന് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയുന്നു. വളരെ സന്തോഷം. ഒന്നും വലിയ പണി ഉണ്ടായില്ല, വളരെ ചെറിയ പണിയായിരുന്നു മാത്രം ഉണ്ടായത്. എന്താണ് പണി എന്ന് വെച്ചാൽ റെട്രോ ആക്റ്റീവ് എയർ ഡ്രോപ്പ് ആയിരുന്നു. നിങ്ങൾ ഓൺ ചെയിൻ ആക്ടിവിറ്റി അനുസരിച്ച് കൊടുത്ത എയർ ഡ്രോപ്പ് ആയിരുന്നു WCT വന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് എയർ ഡ്രോപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ എയർ ഡ്രോപ്പും ചെയ്യും, ചിലപ്പോൾ കുറേ എയർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല എയർ ഡ്രോപ്പ് മാത്രമേ സെല് ചെയ്യാൻ നോക്കുകയാണ്. അതുപോലെ കുറച്ച് പുതിയ പ്ലാനുകൾ നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെ നമ്മൾ പതുക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എയർ ഡ്രോപ്പ് ആരും മിസ്സാക്കുന്നു വിചാരിക്കുന്നു. വളരെ കുറവ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. മിസ്സാക്കരുത്. എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല എയർ ഡ്രോപ്പ് കിട്ടുന്ന ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.